ഇതാണ് ചാർമിനാർ, നമ്മൾ പാട്ടിൽ കേട്ട അതേ ചാർമിനാർ. 4 മീനാരങ്ങളെന്ന അർത്ഥം വരുന്ന ഉറുദു പദം. അതിനപ്പുറം AD 1591 നിർമ്മിച്ച ഗോൽക്കൊണ്ട ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന കുത്തുബ് ഷാഹി ഭരണകൂടത്തിന്റെ മനോഹരമായ ശില്പചാരുതയാണ് ചാർമിനാർ. ചാർമിനാറിന്റെ നിർമ്മാണത്തെ ചുറ്റിപ്പറ്റി ധാരാളം വാമൊഴി കഥകളുണ്ട്. അക്കാലത്ത് മനുഷ്യരെ വേട്ടയാടിയിരുന്ന പ്ലേഗ് രോഗത്തിൽ നിന്നും നഗരം മുക്തി നേടിയപ്പോൾ ദൈവത്തോട് നന്ദി അറിയിച്ചുകൊണ്ടാണത്രേ ചാർമിനാർ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ഇതിലെ ഏറ്റവും പ്രശസ്തമായ വിശ്വാസം. ചാർമിനാറിന്റെ നിർമ്മാണ വേളയിൽ കവി കൂടിയായിരുന്ന കുത്തുബ് ഷാ ഇങ്ങനെ പ്രാർത്ഥിച്ചു അത്രേ: എങ്ങനെയാണോ അങ്ങ് നദികളെ മത്സ്യങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടത്, അതുപോലെ എൻ്റെ പട്ടണത്തെ ആളുകളെ കൊണ്ട് നിറക്കണമേ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അനർത്ഥമാക്കുന്നതാണ് ഇന്നത്തെ ഇവിടത്തെ കാഴ്ച. ചാർമിനാറിന്റെ ചുറ്റുപാടും തിരക്കു പിടിച്ച ജീവിതം. എങ്ങും ആളുകൾ, കച്ചവടക്കാർ, സർവത്ര ബഹളമയം. ഇത് ഭാഗ്യലക്ഷ്മി ടെമ്പിൾ അഥവാ ഭാഗ്യലക്ഷ്മി മന്ദിരം. ഇതൊരു തർക്കപ്രദേശമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് അനധികൃത കെട്ടിടമാണെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ഹൈദരാബാദ് ഹൈക്കോടതി ഈ തർക്ക മന്ദിരത്തിന്റെ വികസനം നിർത്തിവെച്ചു. ഒരുപാട് ലഹളകൾക്കും മതസാഹോദര്യത്തിനും വിള്ളൽ വന്ന സംഭവമായിരുന്നു ഇത്. എങ്കിലും ചാർമിനാറും ഭാഗ്യലക്ഷ്മി ക്ഷേത്രവും ഇന്നും മതസാഹോദര്യത്തിന്റെ ചിഹ്നമായി ഒന്നിച്ചു നിൽക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചയാണത്! ചാർമിനാറിന്റെ ആകെ ഉയരം 56 മീറ്റർ ആണെങ്കിൽ മീനാരത്തിന്റെ ഉയരം 48.7 മീറ്റർ ആണ്. ഏതാണ്ട് 425 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം ഇന്നും മനോഹാരിത ചോരാതെ ശോഭിച്ചു നിൽക്കുന്നു. നൈസാമിക ഭരണകാലത്താണ് ചാർമിനാറിൽ ഘടികാരം ഘടിപ്പിച്ചത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ജയ് ഹിന്ദ്.